നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് നമ്മുടെ സ്കിൻ കെയർ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചൊക്കെ ചേഞ്ച് ആക്കിയപ്പോൾ എനിക്ക് കുറേയധികം വ്യത്യാസങ്ങൾ, അതായത് എപ്പോഴും കുരു വരുന്ന ടൈപ്പായിരുന്നു സ്കിന്ന്. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയപ്പോൾ അത് കുരുവിനെയൊക്കെ നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മുടെ ഫേസ് ക്ലിയർ ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കൂടുതലായിട്ട് എങ്ങനെ എത്രത്തോളം റിസൾട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെ ഇടണം എന്നൊക്കെ ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് എന്താ പറയുക, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ അത് തിരുത്തിയിട്ട് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം ഞാൻ മാറ്റം വരുത്തിയത് ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്ങിലാണ്. അതായത് നമ്മൾ രാവിലെ ചെയ്യുന്ന ആ ഒരു ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്ങിലാണ് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിലും റിമൂവ് ചെയ്യുന്നതിലാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിലും കുറച്ച് ചേഞ്ചസ്. അപ്പോൾ ഓൾറെഡി ഞാൻ പല വീഡിയോയിൻ്റെ ഇടയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ പേരൊന്നും ശ്രദ്ധിക്കാറില്ല. അതേപോലെ ചില സമയങ്ങളിൽ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതും സത്യം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് കാണിക്കുകയാണ്, അപ്പം നമുക്ക് തിരക്ക് പിടിക്കുന്ന അല്ലെങ്കിൽ ധൃതിയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാനത് കാണിച്ച് അത് ജസ്റ്റ് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ നോർമലായിട്ടുള്ള മാതിരി കാണിക്കാറുള്ളൂ. പക്ഷെ എനിക്ക് സമയമുള്ളപ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എങ്ങനെ കാണുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയല്ലല്ലോ ചേച്ചി കാണിക്കാറ് മുൻപൊക്കെ എന്ന്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാം കൂടി കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ. നമുക്കിങ്ങനെ തിരക്കും നിൽക്കൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഫേസ് പാക്ക് പരിചയപ്പെടുത്താം, റിമൂവ് ചെയ്ത് കാണിച്ചു തരാം, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ 3 സെക്ഷനായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്, അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ആ കാര്യങ്ങളും. രണ്ടാമത് നമ്മൾ ഫേസ് പാക്ക് ഇടേണ്ട സമയം എപ്പോഴാണ്, അതുപോലെ ഇത് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതേപോലെ നല്ല ഗുണം കിട്ടാൻ എങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം നമ്മൾ നൈറ്റ് സ്കിൻ കെയർ. ഈ 3 കാര്യങ്ങൾ നമ്മളൊരു ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് പതുക്കെ തന്നെ നാച്ചുറലി നമുക്ക് ആ ഒരു ഗ്ലോയിങ്ങും അതേപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങും ടാൻ റിമൂവിങ്ങും അതേപോലെ നമ്മുടെ ഫേസ് ക്ലിയർ ആവാം, അതായത് പിമ്പിൾസ് ഒക്കെ കുറഞ്ഞ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറഞ്ഞ് നമുക്ക് ആ ഒരു നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം. പറ്റും അത് നമുക്ക് നമ്മുടെ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്ങിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താനും നമുക്ക് ആ ഗുണങ്ങൾ കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ സ്കിൻ കെയറിൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ട്. അപ്പോൾ മോർണിംഗിൽ എത്ര സമയം നമ്മളത് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് നമ്മൾ ആദ്യം ക്ലെൻസിങ് ചെയ്യണം. അതായത് മുഖം ഏതെങ്കിലും ഒരു ഫേസ് വാഷോ പൗഡറോ എന്തെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ നമ്മുടെ നാച്ചുറൽ ഫേസ് വാഷാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിലാസ് കാർട്ടിൽ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് കിട്ടും. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയത്. ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കുരു വരാതിരിക്കുന്നതിനും അതേപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ടിനും പിമ്പിൾ മാർക്കിനും ഒക്കെ നല്ലതാട്ടോ. നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ആ ഒരു എന്താ പറയുക ഫസ്റ്റത്തെ ചേഞ്ച് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കാം. അപ്പം തന്നെ നമ്മുടെ സ്കിൻ നീറ്റ് ആവുന്നതാണ്. നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ ഡെയിലി ചെയ്യുന്നതിലൂടെ കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്താൽ സ്കിൻ ക്ലിയർ ആയ മാതിരി നമുക്ക് കാണാൻ പറ്റും, നല്ല നീറ്റ് ആൻഡ് ആ ഒരു ക്ലീൻ ആയ മാതിരി. നെക്സ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഇതുപോലെ വന്നിങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഫേസ് വാഷ് ചെയ്തു ഇനി കുറേ കഴിഞ്ഞിട്ടൊക്കെ ബാക്കി ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ നനവ് ഒന്ന് വിടാനേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ടോണർ അടിച്ചു കൊടുക്കണം. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് ടോണർ വേണമെങ്കിലും അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടോണറിൻ്റെ ആ ഒരു ചെറിയൊരു നനവില്ലേ, ആ നനവ് വിടാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു അണ്ടർ ഐ ക്രീം, അതായത് ഞാനിപ്പോൾ ഇവിടെ അൽമണ്ട് അണ്ടർ ഐ ക്രീമാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഏതാണെങ്കിലും എടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു മോർണിംഗിലും നൈറ്റും ചെയ്യാവുന്നതാണ് കേട്ടത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പും കാര്യങ്ങളൊക്കെ വാനിഷ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സിറമാണ്. ഈ സിറത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ആ ഒരു നനവ് എപ്പോഴും നിൽക്കണം. ആ നനവിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഡ്രൈ ആയിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് സിറം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മോയ്സ്ചറൈസ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഇപ്പം ഞാൻ ചെയ്തു വരുമ്പോൾ ചെറിയൊരു നനവോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ടാണ്. സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയ മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ
സിറം എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വാട്ടർ ബേസ്ഡ് സിറാണ്. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ അത് സ്കിന്നിൽ എന്താ പറയുക പിടിക്കാനും അതുപോലെ ആ റിസൾട്ടിനൊക്കെ നമ്മളെ ഗുണം ചെയ്യും. അത് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അബ്സോർബായിട്ട്. പക്ഷേ ആ വെള്ളം നനവ് പോകാൻ പാടില്ല. ചെറിയൊരു നനവോട് കൂടി തന്നെ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് നിലാസ് ഹെർബ്സിൻ്റെ തന്നെ അലോ വിറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നിലാസ് കാർട്ടിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് വളരെ കുറച്ചെടുക്കുക, എല്ലാവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ മസ്റ്റായിട്ട് ചെയ്ത് തുടങ്ങിയതാണ് നമ്മുടെ സൺസ്ക്രീൻ. വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ ഇടാന്നുള്ളത്. അതാണ് അടുത്ത ചേഞ്ച് കേട്ടോ. വീട്ടിൽ നിൽക്കുകയാണെങ്കിലും നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുക. ഭയങ്കര വ്യത്യാസമാണ്. ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഫ്രക്കിൾസ് ഈ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും വരാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ എടുത്തിരിക്കുന്നത് ലാഷ് ഷീഡിൻ്റെ സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസിങ്, അതായത് നനവുണ്ടല്ലോ സ്കിന്നിൻ്റെ, അത് നിലനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുട്ടിയടിച്ച മാതിരി ഇരിക്കും. അത് കുറച്ചൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അത് പൊക്കോളൂ കേട്ടോ. പിന്നെ സൺസ്ക്രീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മസാജ് കൊടുക്കുക. ജസ്റ്റ് ഒരു ലെയർ മാതിരി ഇടുക. ലാസ്റ്റ് നമ്മളൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫേസ് പാക്ക് ഇടുന്നതാണ്. അപ്പൊ അതിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം പലരും ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ചില തെറ്റായ രീതികളിലൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ റിമൂവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാട്ടോ നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അത് നോക്കാം. എനിക്ക് പലപ്പോഴും പറ്റാറില്ലെങ്കിലും ഫേസ് പാക്ക് ഇടുന്ന ഏറ്റവും നല്ല സമയം കുളി കഴിഞ്ഞിട്ടാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടിഷ്യൂവിൽ വളരെ വേഗത്തിൽ നമ്മുടെ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ പരമാവധി ശ്രമിക്കുക. എനിക്ക് മിക്കവാറും പറ്റാറില്ലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നന്നായിട്ട് ഫേസ് ആദ്യം വാഷ് ചെയ്തതിന് ശേഷം ഫേസ് ഫേസ് പാക്ക് ഇടുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ്, നമുക്ക് കണ്ണി കണ്ട ടവലൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരച്ച് നമ്മുടെ മുഖത്തിന് സ്കിന്നിനൊക്കെ ഒരു പരുവാക്കുക. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു മിസ്റ്റേക്കാണ്, തലയിൽ കെട്ടിയ ടവലെടുത്ത് നേരെ നമ്മളെടുത്ത് നമ്മുടെ മുഖം ഇതുപോലെ അങ്ങോട്ട് എടുത്ത് തുടയ്ക്കും. നമ്മൾ ആ ഒരു എന്താണെന്ന് നോക്കാണ്ട്. അപ്പം നമ്മുടെ തലയിലത്തെ എണ്ണയും മറ്റൊക്കെ നമ്മുടെ മുഖത്താവും. നമ്മൾ ചെയ്യേണ്ട കാര്യം, നല്ലൊരു ടവല് നമ്മൾ ഫേസ് തുടയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. ഒരു 2 എണ്ണമൊക്കെ മാറ്റി വെച്ചാൽ മാറി നമുക്ക് കഴുകി ഇടാൻ പറ്റും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ നനവോട് കൂടിയിട്ട് തന്നെ, ഉണങ്ങാൻ വെക്കരുത്, നനവോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ ഫേസ് പാക്കിന് റിസൾട്ട് കിട്ടാനും നമുക്ക് ആ ഒരു ഗുണം കൂടുതൽ കിട്ടാനും ചെയ്യേണ്ട കാര്യമാണ്, ഫേസ് പാക്ക് എല്ലാവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കുക. അതായത് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ പൈപ്പുമേ ഒന്ന് നനച്ചിട്ട് നമ്മുടെ ഒരു 5 മിനിറ്റ്, അതായത് സ്ക്രബിങ് ഒഴികെയുള്ള എല്ലാ ഫേസ് പാക്കും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എല്ലാ ഫേസ് പാക്കും 5 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഉണങ്ങുന്നതിന് മുമ്പ്, അതായത് ഇട്ട വശം മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 20 മിനിറ്റ്, കുറഞ്ഞത് ഏറ്റവും കുറവ് 20 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. 20 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമ്മളത് കഴുകി കളയുക. അപ്പോൾ കഴുകി കളയുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടിന് റോസ് വാട്ടർ നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഉണങ്ങിയതിന് ശേഷം. എന്നിട്ട് പതുക്കെ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് കഴുകിയെടുക്കാണ്ട് ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലെൻസിങ് കോട്ടൺ പാഡ് വെച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുക, വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഗുണം കൂടുതൽ കിട്ടും കേട്ടോ. അത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കാണാറില്ല ഞാൻ ചെയ്യണത്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവണേ. പിന്നെ അപ്പം തന്നെ നമ്മൾ റോസ് വാട്ടർ അടിച്ചു കൊടുക്കുക. ആ റോസ് വാട്ടറിൻ്റെ നനവോട് കൂടി തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇടാം. നമ്മൾ പല സമയത്താണ് കുളിക്കുക. ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാവും കുളിക്കുക. ചിലപ്പോൾ ആ ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് ഈ ബാക്കി റോസ് വാട്ടറും മോയ്സ്ചറൈസിങ് ക്രീമും നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ കാലത്ത് തന്നെ കുളിക്കണവരാണെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ടോണിക് മോയ്സ്ചറൈസിങ് ചെയ്താൽ മതി, ഫേസ് പാക്ക് കഴുകി കളഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും ചെയ്യാം കേട്ടോ. അവസാനമായിട്ട് നൈറ്റ് സ്കിൻ കെയറിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള 2 കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോണത്. എന്താ പറയുക, മാറ്റം വരുത്തിയപ്പോൾ തന്നെ നല്ല വ്യത്യാസങ്ങൾ സ്കിന്നിൽ കണ്ടു തുടങ്ങി. കാരണം നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, എൻ്റെ പഴയത് കുറച്ചും കൂടി പഴയ വീഡിയോസിൽ ഫേസിൽ ഒന്നടവിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ കുറച്ച് കാലഘട്ടത്തിൽ നമുക്ക് നല്ല വ്യത്യാസം ഫേസിന് വന്നിട്ടുണ്ട്. അതായത് കുരുവൊക്കെ വളരെയധികം കുറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ബ്രൈറ്റനിങ്ങിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഫേസ് ക്ലിയർ ആവുക. കാരണം പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഫേസ് ക്ലിയർ ആവില്ല. ഏത് സമയത്താണെങ്കിലും ഒന്നടവിട്ട് പിമ്പിൾ വരും. ഇപ്പോൾ കുറച്ച് സമയം പിമ്പിൾ മാറി നിൽക്കുകയാണെങ്കിൽ അടുത്ത സമയം പിമ്പിൾ വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു കെയറിങ്ങിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി കാണാം.
അപ്പോൾ ഈവനിങ് ടൈമിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറയുക, രാത്രി ആവാണ്ട് ഒരു ഈവനിങ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ തന്നെ നമ്മുടെ സ്കിൻ കെയർ അവസാനിപ്പിക്കുക. അതായത് നൈറ്റ് സ്കിൻ കെയർ നേരത്തെ കൂട്ടി അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ റിസൾട്ട് കൂടുതലായിരിക്കും. നമ്മൾ ഏതെങ്കിലും സിറം ഉപയോഗിക്കുകയാണെങ്കിലും എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും. കെടുക്കാൻ നേരത്തെ അപ്ലൈ ചെയ്യാണ്ട് കുറച്ച് മുന്നേ തന്നെ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് കഴിക്കുക. പിന്നെ നമ്മുടെ ഐബ്രോയും ലിപ് കെയർ മാത്രം അവസാനത്തേക്ക് വെക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ഇതുപോലെ ഒരു മിസലർ വാട്ടർ, അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാണ് മിസലർ വാട്ടർ. അപ്പം ഞാൻ ആദ്യം ചെറിയ ബോട്ടിൽ മേടിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയപ്പോഴാണ് വലിയ ബോട്ടിൽ മേടിച്ചത്. പിന്നെ ഇതുപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ കോട്ടൺ പാഡോ നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ആദ്യം നമ്മൾ ഒന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് ഇതുപോലെ ജോലി കഴിഞ്ഞ് വരികയാണെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഒക്കെ ഡബിൾ ക്ലെൻസിങ്, അതായത് ഈ ഒരു സംഭവം വെച്ചിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഈ 2 കാര്യം ചെയ്താൽ നമുക്ക് അടിപൊളി റിസൾട്ട്, അമേസിംഗ് ആണ്. പിമ്പിൾസ് ഒക്കെ എവിടേക്ക് പോയി ചോദിക്കണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഈ കുട്ടി മിസ്റ്റേക്കുകൾ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ, തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസൾട്ടാണ്, അമേസിങ് റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് ആ ഒരു സ്കിന്ന് നമ്മൾ വിചാരിക്കാത്ത മാതിരി സ്കിൻ നമുക്ക് ക്ലിയർ ആവുകയും, അതേപോലെ സ്കിന്നിൻ്റെ ആ ഒരു ഇഷ്യൂസ് കുറയാനും, അതേപോലെ നമുക്ക് നാച്ചുറലി നമ്മുടെ ആ സ്കിന്നിന് ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ ഗ്ലോയിങ്ങും അതേപോലെ നമ്മുടെ സ്കിൻ ക്ലിയർ ആവാനും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പരമാവധി പേർക്ക് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.